നമസ്കാരം. സംസ്ഥാന സർക്കാരിന്റെ ഇന്റർനെറ്റ് പദ്ധതിയായ കെ ഫോൺ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുകയാണ്. തത്സമയം ബന്ധിപ്പിക്കുന്നു. നോളജ് എക്കോണമിയായും IT ഹബ്ബായും വളരാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങൾക്ക് ശക്തമായ അടിത്തറയാണ് ഒരുക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെടാനും സർക്കാർ സേവനങ്ങൾ ലഭിക്കാനുമുള്ള മാർഗം കൂടുതൽ സുഗമമാക്കുകയാണ്. തീർത്തും വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തിരികൊളുത്തുന്ന സംരംഭമാണ് ഇന്ന് കേരളത്തിൽ ആരംഭിക്കുന്നത്. കെ ഫോൺ യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് അറിയിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. നമ്മുടെ ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ കഴിയുന്നതിൽ ചാരിതാർത്ഥ്യവുമുണ്ട്. വിവര സാങ്കേതിക വിദ്യയിൽ നിരവധി പുരോഗതികൾ ഉണ്ടായിരുന്നിട്ടും 10-ൽ താഴെ ശതമാനം സർക്കാർ ഓഫീസുകൾ മാത്രമേ സ്റ്റേറ്റ് നെറ്റ്വർക്കുമായി ബന്ധിപ്പിച്ചിരുന്നുള്ളൂ. ഓപ്റ്റിക് ഫൈബർ ശൃംഖലയുമായുള്ള ബന്ധം അതിലും കുറവായിരുന്നു. ഭൂരിഭാഗം വീടുകളിലും ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നില്ല. അതിന് അറുതി വരുത്തുകയാണ്. ഡിജിറ്റൽ യുഗത്തിലെ മികച്ച ഭരണത്തിനായി സുരക്ഷിതവും വിശ്വസനീയവും വിപുലീകരിക്കാവുന്നതുമായ ഇൻഫ്രാസ്ട്രക്ചറാണ് ആവശ്യം. ഇന്റർനെറ്റിൻ്റെ ഇപ്പോഴത്തെ ലഭ്യത സ്വകാര്യ ഓപ്പറേറ്റർമാരെ ആശ്രയിച്ചിരിക്കുന്നു. ഇത് പ്രധാനമായും നഗരപ്രദേശങ്ങളിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ. എന്നാൽ കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ നെറ്റ്വർക്ക് ഇൻഫ്രാസ്ട്രക്ചർ പരിമിതമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലുള്ള ഫ്യൂച്ചറിസ്റ്റ് സാങ്കേതിക വിദ്യകളെ പരിപോഷിപ്പിക്കുന്ന മികച്ച സൗകര്യങ്ങൾ സ്വായത്തമാക്കുന്നതിൽ സംസ്ഥാനം വേഗത കൈവരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ബാൻഡ്വിഡ്ത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള ഉപാധിയാണ് കെ ഫോൺ. സംസ്ഥാനത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തവും കാര്യക്ഷമവുമാക്കുന്നതിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കെ ഫോൺ. സുശക്തമായ ഓപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സംസ്ഥാനത്താകെ സ്ഥാപിക്കുകയാണ്. അതുവഴി അതിവേഗ ഇൻ്റർനെറ്റ് കണക്ഷൻ 30,000-ഓളം ഓഫീസുകളിലും കൂടാതെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഉപയോഗിച്ച് ഹൈസ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി സർവീസ് പ്രൊവൈഡേഴ്സ് മുഖേന വീടുകളിലും എത്തിക്കുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും മറ്റ് സ്വകാര്യ ടെലികോം സർവീസ് പ്രൊവൈഡറിൻ്റെയും നിലവിലുള്ള ബാൻഡ്വിഡ്ത്ത് പരിശോധിച്ച് അതിൻ്റെ അപര്യാപ്തത മനസ്സിലാക്കി അത് പരിഹരിച്ച് ഭാവിയിലേക്ക് ആവശ്യമായ ബാൻഡ്വിഡ്ത്ത് സജ്ജമാക്കുന്ന രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത്. കേരള സ്റ്റേറ്റ് IT ഇൻഫ്രാസ്ട്രക്ചറും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡും ചേർന്നുള്ള സംയുക്ത സംരംഭമായ കെ ഫോൺ ലിമിറ്റഡിലൂടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. കെ ഫോൺ പദ്ധതിയുടെ നടത്തിപ്പിനായി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നേതൃത്വം നൽകുന്ന കൺസോർഷ്യത്തിനെ ടെൻഡർ നടപടിയിലൂടെയാണ് തെരഞ്ഞെടുത്തത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്, റെയിൽടെൽ, LS കേബിൾ, SRIT എന്നീ കമ്പനികൾ ഉൾപ്പെട്ട കൺസോർഷ്യമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 2019 മാർച്ച് 9-നാണ് കരാർ ഒപ്പിട്ടത്. സംസ്ഥാനത്തെ 14 ജില്ലകളെയും കോർ റിംഗ് വഴി ബന്ധിപ്പിക്കുകയാണ്. ഓരോ ജില്ലയിലെയും ഗവൺമെൻറ് ഓഫീസുകളെയും മറ്റ് ഗുണഭോക്താക്കളെയും ബന്ധിപ്പിക്കുന്നത് ആക്സസ് നെറ്റ്വർക്ക് വഴിയാണ്. KSEBയുടെ
378 സബ്സ്റ്റേഷനുകളിൽ പ്രീഫാബ് ഷെൽട്ടറിനുള്ളിൽ ടെലികോം ഉപകരണങ്ങൾ സ്ഥാപിക്കും. 14 ജില്ലകളിലും കോർപോപ്പ് പോയിന്റ് ഓഫ് പ്രസൻസ് ഉണ്ട്. അത് KSEB സബ്സ്റ്റേഷനുകളിൽ 300 സ്ക്വയർ ഫീറ്റിലായിരിക്കും സ്ഥാപിക്കുക. ഈ പോപ്പുകൾ 110 220 400 kV ടവറുകൾ വഴി സ്ഥാപിക്കുന്ന ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ കോർ റിംഗ് ഉപയോഗിച്ച് ബന്ധിപ്പിക്കും. ഈ ശൃംഖലകളിൽ സ്ഥാപിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യാൻ എറണാകുളം ജില്ലയിൽ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെന്റർ NOC സ്ഥാപിച്ചിട്ടുണ്ട്. ഈ നെറ്റ്വർക്കിന്റെ 100% ലഭ്യതയ്ക്ക് വേണ്ടി റിംഗ് ആർക്കിടെക്ചറാണ് അവലംബിച്ചിരിക്കുന്നത്. ഓരോ ജില്ലയിലും കോർപോപ്പിന് പുറമെ മറ്റു പോപ്പുകളും KSEB സബ്സ്റ്റേഷനുകളിൽ സ്ഥാപിക്കും. ഇവ അഗ്രിഗേറ്റ് പോപ്പുകൾ എന്നറിയപ്പെടും. ഇവയെ ബന്ധിപ്പിക്കുന്നതിന് ഒപ്റ്റിക് ഫൈബർ ഉപയോഗിച്ച് 40 Gbps ബാൻഡ്വിഡ്ത്ത് കപ്പാസിറ്റിയിലുള്ള നെറ്റ്വർക്ക് സ്ഥാപിക്കും. അഗ്രിഗേഷൻ റിംഗിന് പുറമെ പ്രീ അഗ്രിഗേഷൻ റിംഗുകളും സ്പെർ പോപ്പുകളും സ്ഥാപിക്കുന്നതാണ്. 35,000 കിലോമീറ്റർ ഒപ്റ്റിക് ഫൈബർ നെറ്റ്വർക്കാണ് സംസ്ഥാനത്താകെ സ്ഥാപിക്കുന്നത്. ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും വലിയ ശൃംഖലയായി ഇത് മാറും. ഇതൊരു ന്യൂട്രൽ ആക്സസ് നെറ്റ്വർക്കായി പ്രവർത്തിക്കും. KFON പദ്ധതിക്ക് വേണ്ടി ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി പരിപാലനം ഉൾപ്പെടെ 9 വർഷത്തേക്ക് ഏർപ്പാടാക്കിയ കരാർ, അതിന്റെ ഭാഗമായുള്ള തുക 1531 കോടി രൂപയാണ്. ഇതിൽ 1168 കോടി രൂപ നിർമ്മാണ പ്രവർത്തനത്തിനും 363 കോടി രൂപ ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസിനുമാണ്. ഇതിൽ കാപെക്സ് തുകയായ 1168 കോടി രൂപയുടെ 70% കിഫ്ബിയിൽ നിന്നുമാണ് നൽകുന്നത്. കേബിൾ ഓപ്പറേറ്റർ, ടെലികോം ഓപ്പറേറ്റർ, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, കണ്ടന്റ് സർവീസ് പ്രൊവൈഡർ തുടങ്ങിയ എല്ലാ സർവീസ് പ്രൊവൈഡർമാർക്കും തുല്യമായ അവസരം നൽകുന്ന ഓപ്റ്റിക് ഫൈബർ നെറ്റ്വർക്ക് ഇതോടെ സംസ്ഥാനത്ത് നിലവിൽ വരും. IT പാർക്കുകൾ, എയർപോർട്ട്, തുറമുഖം തുടങ്ങിയ ഇടങ്ങളിൽ അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാകും. 30,000-ലധികം സർക്കാർ സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും 10 Mbps തൊട്ട് 1 Gbps വരെ വേഗതയിൽ നെറ്റ് കണക്ഷൻ ലഭ്യമാകും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, സ്റ്റാർട്ടപ്പ്, സ്മാർട്ട് സിറ്റി തുടങ്ങിയ മേഖലകളിൽ മികവിന്റെ കേന്ദ്രങ്ങൾക്ക് KFON സൗകര്യമൊരുക്കും. ഗ്രാമങ്ങളിലെ ചെറുകിട സംരംഭങ്ങൾക്കും ഇ-കൊമേഴ്സ് വഴി വിൽപ്പന നടത്താൻ KFON സഹായകമാകും. സർക്കാർ സേവനങ്ങളായ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, മറ്റ് സർവീസുകൾ എന്നിവയ്ക്ക് കൂടുതൽ ബാൻഡ്വിഡ്ത്ത് നൽകി കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ KFON സഹായിക്കും. ഉയർന്ന നിലവാരമുള്ള നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനും ട്രാഫിക് മാനേജ്മെന്റ് സിസ്റ്റം കാര്യക്ഷമമാക്കാനും KFON പദ്ധതി സഹായിക്കും. സിസ്റ്റം ഇന്റഗ്രേറ്റർ സമർപ്പിച്ച പദ്ധതി പ്രകാരം കോർ അഗ്രിഗേഷൻ, NOC എന്നിവ പൂർത്തിയായി വരികയാണ്. 29,000 ഓഫീസുകളുടെ സർവേയും 32,000 കിലോമീറ്റർ OFCയുടെ സർവേയും 8 ലക്ഷം KSEB പോളുകളുടെ സർവേയും 375 പോപ്പുകളുടെ പ്രീഫാബ് ലൊക്കേഷൻ സർവേയും പൂർത്തീകരിച്ചിട്ടുണ്ട്. 29,000 കിലോമീറ്റർ ADSS OFC കേബിൾ ഇടാനുള്ളതാണ്. അതിൽ 14 ജില്ലകളിലായി 7,200 കിലോമീറ്റർ പൂർത്തീകരിച്ചിട്ടുണ്ട്. 375 പോപ്പുകളിൽ 136 സിവിൽ ഫൗണ്ടേഷനും 125 പ്രീഫാബ് ഷെൽട്ടർ ഇൻസ്റ്റലേഷനും പൂർത്തീകരിച്ചിട്ടുണ്ട്. 7 ജില്ലകളിലായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട് 1000-ഓളം ഓഫീസുകളുടെ കണക്ടിവിറ്റിയാണ് ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കുന്നത്.
കേരളത്തിലുടനീളമുള്ള 5700ഓളം ഗവൺമെന്റ് ഓഫീസുകളിൽ കണക്ടിവിറ്റി ഉടൻ പൂർത്തീകരിക്കുന്നതാണ്. 110, 220, 400 kV ഇലക്ട്രിക്കൽ ടവറുകൾ വഴി 2900 കിലോമീറ്റർ OPGW കേബിൾ ഇടാനുള്ളതിൽ 360 കിലോമീറ്റർ കേബിളിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ട്. കെ-ഫോൺ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യ ഇന്റർനെറ്റ് നൽകാനും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിൽ ഇന്റർനെറ്റ് ലഭ്യമാക്കാനും കഴിയും. ഇത് വിദ്യാഭ്യാസത്തിനും സംരംഭകത്വത്തിനും നിക്ഷേപത്തിനും വ്യവസായത്തിനും വിനോദത്തിനും ഒക്കെയുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കും. വിവിധ മേഖലകളിൽ കേരളത്തെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ കെ-ഫോൺ സഹായകമാകും. ഈ പദ്ധതി അങ്ങേയറ്റം സുതാര്യമായാണ് നടപ്പാക്കുന്നത്. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ, റിക്വസ്റ്റ് ഫോർ പ്രപ്പോസൽ, കരാറുകൾ എന്നിവയെല്ലാം ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. വളരെ സന്തോഷത്തോടെ കെ-ഫോണിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ കെ-ഫോൺ പദ്ധതിക്ക് തുടക്കമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. കേരള ബാങ്കിലെ സ്ഥിരപ്പെടുത്തലിന് ഹൈക്കോടതി സ്റ്റേ. 1850 പേരെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് തടഞ്ഞത്. വിവാദങ്ങൾക്കിടയിലും വിവിധ വകുപ്പുകളിൽ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ മന്ത്രിസഭാ തീരുമാനം. ടൂറിസം വകുപ്പിലടക്കം താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തും. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുന്ന തസ്തികകൾ PSCക്ക് വിട്ടതല്ല എന്ന് ഉറപ്പുവരുത്തും. താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയ തസ്തികകളിൽ PSC നിയമനം നടത്തേണ്ട തസ്തിക ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. ടൂറിസം വകുപ്പിൽ വിവിധ സ്ഥലങ്ങളിൽ 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന 100 പേരെ സ്ഥിരപ്പെടുത്തും. നിർമ്മിതി കേന്ദ്രത്തിൽ 10 വർഷത്തിലധികമായി ജോലി ചെയ്യുന്ന 16 പേരെ സ്ഥിരപ്പെടുത്താനും നിർദ്ദേശം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ഒത്തുതീർപ്പാക്കുന്നതിൽ ചർച്ചകൾ നടന്നില്ല. ലാസ്റ്റ് ഗ്രേഡ് റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടാനോ അതിൽ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാനോ കഴിയില്ല എന്ന് സർക്കാർ. താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നത് മനുഷ്യത്വപരമെന്നും നിലപാട്. വയനാട് മെഡിക്കൽ കോളേജിൽ 115 അധ്യാപക തസ്തികകൾ ഉൾപ്പെടെ 140 തസ്തികകൾ സൃഷ്ടിക്കും. കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 55ഉം അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിൽ 60ഉം തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭാ തീരുമാനം. മന്ത്രിസഭാ യോഗത്തിൽ അനുകൂല തീരുമാനം ഇല്ലാതെ വന്നതോടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം ശക്തമാക്കി ഉദ്യോഗാർത്ഥികൾ. LGS റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ മുട്ടിലിഴഞ്ഞ് യാചനാ സമരം നടത്തി. സമരത്തിനിടെ ഉദ്യോഗാർത്ഥി കുഴഞ്ഞു വീണു. സർക്കാർ വഞ്ചിച്ചുവെന്ന് ഉദ്യോഗാർത്ഥികൾ. മന്ത്രിസഭാ തീരുമാനം നിരാശാജനകം. നീതി കിട്ടും വരെ ഒറ്റക്കെട്ടായി പോരാടും. സമരക്കാരെ കാണാൻ പോലും താൽപര്യം കാണിക്കാത്തവർ തെരഞ്ഞെടുപ്പാണെന്ന് മറക്കേണ്ട എന്ന് ഉദ്യോഗാർത്ഥികൾ. തൊഴിൽ രഹിതരെ സർക്കാർ വെല്ലുവിളിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. PSC ഉദ്യോഗാർത്ഥികളോട് സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണം. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടണമെന്നും പ്രതിപക്ഷ നേതാവ്. സമരം നടത്തുന്ന റാങ്ക് ഹോൾഡേഴ്സുമായി സർക്കാർ ചർച്ചകൾ നടത്തണമെന്ന് ഭരണകക്ഷി യുവജന സംഘടനയായ AIYF. സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. യുവജനങ്ങൾക്കായി സർക്കാർ സ്വീകരിച്ച നടപടികൾ സമരക്കാരെ ബോധ്യപ്പെടുത്തി സമരം അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കണമെന്നും AIYF സംസ്ഥാന പ്രസിഡന്റ് R. സജിലാലും സെക്രട്ടറി മഹേഷ് കക്കത്തും. ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് നേതൃത്വം നൽകുന്നവർക്ക് രാഷ്ട്രീയ താൽപര്യം ഉണ്ടെന്ന് DYFI സംസ്ഥാന സെക്രട്ടറി A. റഹീം. യൂത്ത് കോൺഗ്രസിന്റെ ക്രിമിനൽ സംഘം സമരത്തിന് പിന്നിലുണ്ട്. തുടർ ഭരണം അട്ടിമറിക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ DYFI സംസ്ഥാന ക്യാമ്പയിൻ നടത്തുമെന്നും റഹീം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിന് മുൻപിലാണ് പ്രതിഷേധം. പിൻവാതിൽ നിയമനത്തിനെതിരെ കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി പോലീസ്.
മൂലധനത്തെക്കാൾ ജനങ്ങളുടെ സ്വകാര്യതയാണ് വലുതെന്ന് സുപ്രീം കോടതി. ജനങ്ങളുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ഇടപെടേണ്ടി വരുമെന്ന് സുപ്രീം കോടതി. വാട്സ്ആപ്പ് സ്വകാര്യതാ നയവുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ചീഫ് ജസ്റ്റിസ് എസ്.എ. ബോബ്ഡെയുടെ പരാമർശം. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാൻ കമ്പനികളെ അനുവദിക്കരുത് എന്ന് കേന്ദ്ര സർക്കാർ കോടതിയോട്. ഗ്രറ്റ ടൂൾ കിറ്റ് കേസിൽ മുംബൈ ഹൈക്കോടതി അഭിഭാഷകയ്ക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് മലയാളിയും പരിസ്ഥിതി പ്രവർത്തകയുമായ നികിത ജേക്കബിനെതിരെ. നികിത ഒളിവിലാണെന്നാണ് ഡൽഹി പോലീസിന്റെ റിപ്പോർട്ട്. ശന്തനു എന്നയാൾക്കെതിരെയും ഡൽഹി കോടതിയുടെ അറസ്റ്റ് വാറണ്ട്. യുവ പരിസ്ഥിതി പ്രവർത്തകയായ ദിഷ രവിയെ അറസ്റ്റ് ചെയ്തതിനെതിരെ പ്രതിഷേധം ശക്തം. പിന്തുണയുമായി രാഹുൽ ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ, പി ചിദംബരം, സീതാറാം യെച്ചൂരി, തമിഴ്നാടൻ സിദ്ധാർത്ഥ് തുടങ്ങി നിരവധി പേർ. ഇന്ത്യയെ നിശബ്ദമാക്കാമെന്ന് കരുതേണ്ടെന്ന് രാഹുൽ ഗാന്ധി. ഭരിക്കുന്നവരാണ് ഭയപ്പെടുന്നതെന്നും രാജ്യമല്ല എന്നും രാഹുൽ ഗാന്ധി. മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് കാപ്പന് ഇടക്കാല ജാമ്യം. സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് 5 ദിവസത്തേക്ക്. വൃദ്ധയായ അമ്മയെ കാണാനാണ് ജാമ്യം. നെടുങ്കണ്ടം കസ്റ്റഡി മരണത്തിൽ അന്വേഷണ കമ്മീഷൻ ശുപാർശകൾ അംഗീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കുറ്റക്കാരെ പിരിച്ചുവിടുന്നതടക്കമുള്ള ശുപാർശയാണ് അംഗീകരിച്ചത്. ശുപാർശകൾ നടപ്പിലാക്കിയ സർക്കാർ അഭിനന്ദനം അർഹിക്കുന്നതെന്ന് കമ്മീഷൻ അധ്യക്ഷനായിരുന്ന ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ്. സോളർ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ആദ്യ പരാതിക്കാരനായ മല്ലേലി ശ്രീധരൻ നായരുടെ കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. 3 ആഴ്ചയ്ക്കകം പുതിയ ഉത്തരവിറക്കാൻ കോടതി നിർദ്ദേശം നൽകി. കോവളം ബേക്കൽ പശ്ചിമതീര ജലപാതയുടെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വേളി മുതൽ തൃശൂർ കോട്ടപ്പുറം വരെയുള്ള പാതയുടെ നവീകരണം പൂർത്തിയായി. വർക്കലയിലെ ഇരട്ട തുരങ്കങ്ങളുടെ ഭാഗത്ത് പണി പൂർത്തിയായ ശേഷം ബോട്ട് സർവീസ് തുടങ്ങും. വേളിയിൽ നടന്ന ചടങ്ങിന് ശേഷം ബോട്ടിൽ യാത്ര നടത്തി മുഖ്യമന്ത്രി. ആകെ 620 കിലോമീറ്റർ നീളമുള്ള ജലപാതയുടെ 520 കിലോമീറ്ററോളം ഗതാഗത യോഗ്യമാക്കി. ആകെ 3000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ചെലവഴിച്ചത് 280 കോടി രൂപ. കൊച്ചിയുടെ വികസനത്തിന് വേഗം കൂട്ടാൻ ഇനി വാട്ടർ മെട്രോ. വാട്ടർ മെട്രോയുടെ ആദ്യ റൂട്ടടക്കം 3 പദ്ധതികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ ഭിന്നശേഷി സൌഹൃദ ഗതാഗത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ എന്ന് മുഖ്യമന്ത്രി. വാട്ടർ മെട്രോയ്ക്കായി നിർമ്മിച്ചിരിക്കുന്നത് കൊച്ചി മെട്രോ സ്റ്റേഷനുകൾക്ക് സമാനമായി രാജ്യാന്തര നിലവാരത്തിലുള്ള ടെർമിനലുകൾ. പൊതുജനങ്ങൾക്കുള്ള സർവീസ് അടുത്ത മാസം തുടങ്ങും. വൈറ്റില വാട്ടർ മെട്രോ ടെർമിനലിന്റെ അവസാനവട്ട നിർമ്മാണ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നു. ബോട്ടുകളുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിൽ. രാജ്യത്ത് തുടർച്ചയായ 8ാം ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോളിന് 26 പൈസയും ഡീസലിന് 31 പൈസയും കൂട്ടി. 8 ദിവസം കൊണ്ട് പെട്രോളിന് 2 രൂപ 43 പൈസ കൂട്ടി. ഡീസലിന് 8 ദിവസം കൊണ്ട് കൂട്ടിയത് 2 രൂപ 70 പൈസ. തിരുവനന്തപുരത്ത് പെട്രോളിന് 90 രൂപ കടന്നു. 90 രൂപ 68 പൈസയാണ് ഇന്നത്തെ വില. കൊച്ചിയിൽ പെട്രോൾ വില 89 രൂപ 15 പൈസ. ഉത്തരേന്ത്യയിൽ പെട്രോൾ വില 100 കടന്നു. മഹാരാഷ്ട്രയിലെ പർബനിയിൽ ലിറ്ററിന് 101 രൂപയായി. രാജസ്ഥാനിലെ ശ്രീരംഗനഗറിൽ 100 രൂപയിൽ എത്തി. രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് സംവിധാനം ഇന്നു മുതൽ നിർബന്ധം. നടപടി ടോൾ പ്ലാസകൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിന്റെ ഭാഗമായി. ഫാസ്ടാഗ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ടോൾ കടക്കണമെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ഓഫീസുകളിലും നാപ്കിൻ വെൻഡിംഗ് മെഷീനും ഇൻസിനറേറ്ററും സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി. സ്ത്രീ സൌഹൃദ തൊഴിൽ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനാണ് നടപടി. അതാത് വകുപ്പുകളുടെ ജെൻഡർ ബജറ്റിൽ നിന്ന് തുക വിനിയോഗിച്ചായിരിക്കും ഇവ സ്ഥാപിക്കുകയെന്നും ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 10 ലക്ഷം കടന്നു. 10 ലക്ഷം കടന്നത് 1 വർഷവും 15 ദിവസവും പിന്നിട്ടപ്പോൾ. രാജ്യത്തെ ആകെ രോഗികളിൽ 40% കേരളത്തിൽ. കണ്ണൂരിൽ ഐശ്വര്യ കേരള യാത്രയിൽ കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന് എടുത്ത കേസുകളിൽ തുടർ നടപടികൾ ഒഴിവാക്കാൻ പോലീസ് ആലോചന. UDF നേതാക്കൾക്കെതിരെ കേസെടുത്തെങ്കിലും അതുമായി മുന്നോട്ടു പോകേണ്ട എന്ന നിലപാട് മാറ്റം LDFന്റെ വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം നടത്തുന്ന പശ്ചാത്തലത്തിലെന്ന് സൂചന. A. വിജയരാഘവൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ കണ്ണൂർ ജില്ലയിൽ പര്യടനം തുടരുന്നു. തളിപ്പറമ്പിൽ ആരംഭിച്ച ജാഥ തലശ്ശേരിയിൽ സമാപിക്കും. നാളെ പിണറായിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ കൂത്തുപറമ്പ്, ഇരിട്ടി മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും.
ബി.ജെ.പിയുടെ വിജയ കേരള യാത്ര പിണറായി വിജയന്റെ പേരിലെന്ന് രമേശ് ചെന്നിത്തല. ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിലുള്ള ബന്ധമാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നും രമേശ് ചെന്നിത്തല ഐശ്വര്യ കേരള യാത്ര ആലപ്പുഴയിൽ. പുതിയ പാർട്ടി രൂപീകരണത്തിനായി ഈ മാസം 28-നകം ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കാൻ മാണി സി കാപ്പൻ. പാർട്ടിയുടെ പേരടക്കം തീരുമാനിക്കാൻ കാപ്പൻ അധ്യക്ഷനായ സമിതിയായി പാലായിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി യാത്ര നടത്താനും നീക്കം. കാപ്പനെ ഘടകകക്ഷിയായി സ്വീകരിക്കുന്ന കാര്യം യു.ഡി.എഫ് ആലോചിച്ച് തീരുമാനിക്കുമെന്ന് രമേശ് ചെന്നിത്തല. സീറ്റുകളുടെ എണ്ണവും ചർച്ച ചെയ്ത് തീരുമാനിക്കും. വിഭജനത്തിൽ ആശയക്കുഴപ്പം ഇല്ല. യാത്ര പൂർത്തിയായാൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് ചെന്നിത്തല. പൌരത്വ നിയമ സമരത്തിനെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ്. ഇന്ധനവില വർധനയിൽ ബുധനാഴ്ച ലീഗ് പ്രതിഷേധം സംഘടിപ്പിക്കും. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രത്യേക മാനദണ്ഡം നിശ്ചയിച്ചിട്ടില്ല എന്നും വിജയസാധ്യതയാണ് പ്രധാനമെന്നും ലീഗ് നേതാക്കൾ. എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിന് 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ്. കവിതയ്ക്ക് പി രാമൻ, എം.ആർ. രേണുകുമാർ എന്നിവർക്കും, ചെറുകഥയിൽ ബിനോയ് തോമസിനും, നാടകത്തിന് സജിത മഠത്തിൽ, ജിഷ അഭിനയ എന്നിവർക്കും പുരസ്കാരം. N.K. ജോസ്, യു കലാനാഥൻ, C.P. അബൂബക്കർ, റോസ് മേരി, പാലക്കീഴ് നാരായണൻ, പി അപ്പുക്കുട്ടൻ എന്നിവർക്ക് സമഗ്ര സംഭാവന പുരസ്കാരം.